കുടുംബ ജീവിതത്തിന് ഇത്ര വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. മനുഷ്യന്റെ ജീവിതത്തിന് സമാധാനം ഉണ്ടാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വിവാഹിതരാൻ പോകുന്ന ദമ്പതികളോടും എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് അതാണ്, നിങ്ങളുടെ കാര്യം. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ പറയും, ഞങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ട്, പിന്തുണയുണ്ട്, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട്, പ്രാർത്ഥനയോടെ കൂടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇനി ജീവിച്ചു കാണിക്കണം. എങ്ങനെ ജീവിച്ചു കാണിക്കണമെന്നോ? സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ വിളനിലമായി നിങ്ങളുടെ കുടുംബം മാറണം. അതിന് അല്ലാഹു തആല ഇങ്ങനെ നമ്മളെ ഈ സംവിധാനത്തിൽ പഠിച്ചത്. അല്ലാഹു തആല പറഞ്ഞില്ലേ, നിങ്ങളെ ഇണയും തുണയുമായിട്ട് പഠിച്ചത് നിങ്ങൾ ഒന്ന് മറ്റൊന്നിലേക്ക് ചേർന്ന് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകും. അതിനുവേണ്ടി അല്ലാഹു എന്ത് ചെയ്തു? ജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഒക്കെ അല്ലാഹു വെച്ചു. അപ്പൊ ആ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുടുംബം മനോഹരമായി രൂപീകരിക്കപ്പെടണം. നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്ക് വധുവരന്മാരോട് പറയാനുള്ളത്, ആദ്യം പുരുഷൻ വരനോടാ പറയാനുള്ളത്. എന്താണ്? കുടുംബത്തിന്റെ നാഥനാണ് നീ, കുടുംബത്തിന്റെ നാഥനാണ് താങ്കൾ. ആ നാഥൻ എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നാഥൻ ഇവിടെ അതിലേക്ക് ചോദ്യം ചെയ്യുന്നുണ്ടോ? ഈ നാഥൻ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു നാഥനൊന്നുമില്ല. എന്തൊരു നാഥൻ? പുരുഷാധിപത്യം എന്നൊക്കെ പറയും. നാഥൻ എന്ന് പറഞ്ഞാൽ ഒരാള് സനാതനാവുന്നതാണോ നല്ലത്, അനാഥനാവുന്നതാണോ നല്ലത്? ഒരു കുട്ടി സനാതനാണെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് നാഥൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുട്ടി അനാഥനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെയാണ് ഒരു കുടുംബത്തിന്റെ നാഥനായിട്ട് പുരുഷൻ ആ കുടുംബത്തിനെ ചേർത്ത് പിടിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ സംരക്ഷിച്ചു കൊടുത്ത് അവരെ സംരക്ഷിച്ച് അവർക്കെല്ലാം ഇത് പിന്തുണയും കൊടുത്ത് അവരെങ്ങനെ പോറ്റി വളർത്തിക്കൊണ്ടുപോകും. അതാ നാഥൻ എന്ന് പറഞ്ഞാൽ. അത് പുരുഷന്റെ ചുമതലയായിട്ട് പറഞ്ഞിരിക്കുക. കാരണം ശാരീരികമായും മാനസികമായും ഒക്കെ പ്രകൃതിയാൽ തന്നെ സ്ത്രീകളെക്കാളും ഭാരം വഹിക്കാനും ചുമതലകൾ ഏൽക്കാനും പുരുഷന് കഴിവുണ്ട്. അത് വളരെ സത്യം. സ്ത്രീയും പുരുഷനും തുല്യരാണെന്നൊക്കെ പറയാതെ അങ്ങനെ തുല്യരാക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫുട്ബോൾ ടീമൊക്കെ സ്ത്രീയും പുരുഷനും, ഒരു സ്ത്രീ പുറത്തൊരു ടീം, സ്ത്രീകളെ ടീം പുറത്തൊരു പുരുഷന്റെ ടീമും കളിക്കണം. അല്ലെങ്കിൽ പുരുഷന്റെ ഒരു ടീമിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും മിക്സ് ചെയ്തിട്ട് കളിപ്പിക്കോ? ഇല്ല. ആണും പെണ്ണും ഒന്നിച്ച് 100 മീറ്റർ ഓടിക്കൂല. അപ്പൊ തുല്യനല്ലേ? അങ്ങനെ തുല്യനല്ല. അല്ലാഹു തആല ഓരോരുത്തരും ഓരോ പ്രകൃതിയിലാണ് പഠിച്ചത്. പെണ്ണ് മോശമാണെന്നല്ല, അവൾക്ക് അവരുടേതായ ഒരുപാട് കഴിവും പ്രത്യേകതയുണ്ട്. ആണിന് വേറെ ഉണ്ട്. പക്ഷെ ഓരോരുത്തരുടെയും ചുമതല പ്രത്യേകമാണ്. അത് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുക. അപ്പൊ ആ നിശ്ചയിച്ച ആ വ്യവസ്ഥ അനുസരിച്ച് പുരുഷൻ കുടുംബത്തിന്റെ നാഥന, ആ കുടുംബനാഥന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, നാഥനായിരിക്കുക. എന്നിട്ട് കുടുംബത്തിന് ആദ്യമായിട്ട് ഭാര്യയാണല്ലോ ഉണ്ടാവല്ലേ, ഭാര്യക്ക് തന്റെ വധുവിന് താൻ ചേർത്ത് പിടിച്ച എന്റെ ഇടയ്ക്ക് അല്ലെ ഉത്തരവാദിത്വത്തോടെ വാങ്ങാണ്, കൈ പിടിച്ച് വാങ്ങാണ്. ഒരു പെൺകുട്ടിയെ എങ്ങനെയാണ് ഒരാൾ വളർത്തി വലുതാക്കുന്നത്? രക്ഷിതാക്കളാണ് ഇരിക്കുന്നത് നമ്മളൊക്കെ അല്ലെ. നമ്മൾ കരണെങ്കിൽ കഷ്ണം പറിച്ചു കൊടുക്കാം. ചിലപ്പോ ഉമ്മമാര് കരഞ്ഞു കണ്ടിട്ടില്ലേ? ഏത് അവസ്ഥയിലേക്കാണ് എത്തുന്നത്? ആ ഒരു എന്നിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും മാന്യമായിട്ട് അവരോട് സംസാരിക്കണം. നിങ്ങളിൽ ഏറ്റവും മാന്യൻ ഭാര്യയോട് മാന്യമായി ബഹുമാനപൂർവ്വം പെരുമാറുന്നവനാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീചന്മാര് പെണ്ണിനെ നിന്ദിക്കും അല്ലെ. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യര് അവരുടെ ഭാര്യമാരോട്, സ്ത്രീകളോട് നന്നായിട്ട് പെരുമാറുന്നവരാ, നല്ലവരാ. അപ്പൊ ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിച്ചു പെരുമാറി, നീ ഉണ്ണുന്നത് പോലെ ഊട്ടി, നീ ഉടുക്കുന്നത് പോലെ ഉടുപ്പിച്ച്, ഇതൊക്കെ ആര് പറഞ്ഞതാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. അതൊക്കെ കൊടുത്ത് സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. അതാണ് പുരുഷൻ, അതാണ് നാഥൻ എന്ന് പറഞ്ഞത്. വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കും. സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയോ? നിനക്ക് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കടപ്പാട് നിന്റെ ഭർത്താവിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ, നല്ലൊരു ഭാര്യയായിട്ട് മാറണം, നോക്കിയാൽ സന്തോഷം ഉണ്ടാക്കണം, കൽപ്പിച്ചാൽ അനുസരിക്കണം, വിളിച്ചാൽ വരണം, ഭർത്താവിന്റെ സമ്പത്ത് അയാളുടെ അഭാവത്തിൽ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യണം, തന്റെ ശരീരം കാത്തു സൂക്ഷിക്കണം അല്ലെ. ഒരു ഭർത്താവിന്റെ തൃപ്തിയും പൊരുത്തവും അനുസരിച്ച് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അള്ളാന്റെ മുമ്പിൽ സുജൂദ് പാടും. അഥവാ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി പറയും. ഇത് കുറച്ചധികം അത്ര വേണ്ടതെന്ന് വരും. അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അനുഭവിച്ചാൽ മനസ്സിലാവും. ഒരു പുരുഷൻ, ഒരു കുടുംബനാഥൻ ആ കുടുംബത്തെ പോറ്റാൻ വേണ്ടി പെടുന്ന കഷ്ടപ്പാട് ഇങ്ങനെ ഓടുന്ന കണ്ടിട്ടില്ലേ? ഇങ്ങനെ കഷ്ടപ്പെടുന്ന കണ്ടിട്ടില്ലേ? ബിൽഡിങ്ങുകളുടെ മുകളിൽ തൂണിൽ നിന്ന് പണിയെടുക്കുന്ന കണ്ടിട്ടില്ലേ? വലിയ മരങ്ങളുടെ മുമ്പിൽ തൂങ്ങിയാടി കൊമ്പ് വെട്ടി മുറിക്കുന്നത് കണ്ടിട്ടില്ലേ? വലിയ ഭാരം ചുമക്കുന്നത് കണ്ടിട്ടില്ലേ? നാടും വീടും വിട്ടുപോയിട്ട് രാവ് പകലാക്കി പകല് രാവാക്കി കൊടിയ തണുപ്പിലും കത്തുന്ന ചൂടിലും പണിയെടുക്കുന്നില്ലേ? ആർക്ക് വേണ്ടിയാന്നറിയാം? അയാൾക്ക് വേണ്ടിയൊന്നുമല്ല, അത് അയാളുടെ ഭാര്യയ്ക്ക് കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ജീവിതം എരിഞ്ഞു തീരുന്ന, ഉരുകിത്തീരുന്ന, ഓമിക്കുന്ന, ബലി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അയാളുടെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്താൽ പോലും
കുറവാവില്ല എന്നാ പറഞ്ഞു. പക്ഷെ അത്രയൊന്നും വേണ്ട, ഒരിത്തിരി മാന്യമായിട്ട് പെരുമാറിയാൽ മതി, ഒരിത്തിരി സന്തോഷം കൊടുത്താൽ, നോക്കിയാലൊരു സന്തോഷം. വീട്ടിൽ വന്ന് കയറാം. എന്നോട് ചിലരൊക്കെ പറയും, നിങ്ങൾ കുത്തുവാടത്തപ്പായി നോക്കിയാൽ സന്തോഷം എന്നൊക്കെ പറഞ്ഞില്ലേ. ഞങ്ങളുടെ നാട്ടിലൊരു ക്ലാസ് നടത്തുന്നുണ്ട്, കുറച്ച് നിങ്ങൾ അവിടെ നിന്ന് വന്ന് ക്ലാസ് എടുക്കുമോ എന്താന്ന് ചോദിച്ചു. അല്ല, വീട്ടിൽ ഒരു സന്തോഷത്തോടെ കയറി ചെല്ലാൻ വേണ്ടിയെന്നാ. കഴിച്ചു വരുമ്പോ തന്നെ അവിടെ ചിരിച്ചു പറഞ്ഞു നിൽക്കുക, എന്നെ കാണുന്നതോടുകൂടി മുഖം പെറുക്കുന്നു. എന്താ കാരണം എന്ന് അറിയില്ല, ഒരു സന്തോഷമുള്ള മുഖം കാണാനുള്ള ഭാഗ്യമില്ലാന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് പറഞ്ഞ് ശരിയാക്കാൻ. ഞാൻ പറഞ്ഞ മാത്രം ശരിയാകുന്ന കേസായിക്കൊള്ളണമെന്നില്ല. എന്തായാലും ക്ലാസ് നമുക്ക് നടത്താം. നോക്കൂ, ഇങ്ങനെയാണ്. നോക്കിയാൽ സന്തോഷം, ഒരു സന്തോഷം കൊടുക്കും, ഒരിത്തിരി സമാധാനം, ഒരു ചെറിയ ബഹുമാനം കൊടുത്തിട്ടേ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനെ സപ്പോർട്ട് കൊടുക്കുക, പിന്തുണ കൊടുക്കുക. അതാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, ഒരു സ്ത്രീ മരിച്ച് ആ മരിച്ച സ്ത്രീ അവരുടെ ഭർത്താവ് അവളെ കുറിച്ച് സംതൃപ്തനായി. അല്ലെ, ഞാനൊരിക്കലും അനുഭവം ഉണ്ടായി. ഒരു മയ്യത്ത് മറവയും ഒരു സഹോദരി മരിച്ചിരിക്കാം. ആ മയ്യത്ത് കബറിൽ വെച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. ഒരു തേങ്ങൽ ഇങ്ങനെ കേൾക്കുമ്പോ ഞാൻ നോക്കി, പരിചയമുള്ള കുട്ടികൾ ആരെങ്കിലും ആണോ? അല്ല. അപ്പൊ ആരാണ് ആ തേങ്ങുന്നറിയോ? അതാ സഹോദരിയുടെ ഭർത്താവ് കബറിന്റെ അടുത്ത് ആ മയ്യത്ത് മണ്ണിലേക്ക് ചേരുമ്പോ തേങ്ങ. അപ്പൊ ഞാൻ ഈ ഹദീസ് ഓർത്തു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു പെണ്ണ് മരിച്ചിട്ടേ അവരുടെ ഭർത്താവ് അവളെ കുറിച്ച് സംതൃപ്തനാണെങ്കിൽ അവള് സ്വർഗത്തിലാണെന്ന ഹദീസ് ഞാൻ ഓർത്തു. എന്താണ് ആ തേങ്ങൽ? അത്രയും അറ്റാച്ച്മെന്റ്, അത്രയും കരുതൽ, അത്രയും സ്നേഹമാണ്. ഇങ്ങനെ ഒന്നായി നിന്നതാ. ഒരു വസ്ത്രം പോലെ ചേർന്ന് നിന്ന് അഴക് നൽകി, വസ്ത്രം പോലെ ചേർന്ന് നിന്നിട്ട് സംരക്ഷണം നൽകി, വസ്ത്രം പോലെ ചേർന്ന് നിന്നിട്ട് എല്ലാ കുറവുകളും കുറ്റങ്ങളും മൂടി വെച്ചു. ഇങ്ങനെ ചേർന്ന് നിന്ന് ജീവിച്ച മനുഷ്യർ അങ്ങനെ ജീവിക്കണം. അതാ കുടുംബം എന്ന് പറഞ്ഞാൽ. അവിടെ സന്തോഷം കളിയാടണം, ആഹ്ലാദം ഉണ്ടാകണം. ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എവിടെ? കുടുംബത്തിലാ. പുറത്തു പോയാലല്ല, പീഡിയപ്പൊലയിലും സന്തോഷം കിട്ടണേ. ഈ പീഡിയപ്പൊലയിൽ രാവിലെ മുതൽ പാതിര വരെ ഇരിക്കുന്ന ആളുകളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് അറിയും. വീട്ടിൽ എല്ലാം സമാധാനമാക്കണം. അതുകൊണ്ട് വീടകമായിരിക്കുന്ന ഒരു മനുഷ്യന്റെ നിഷ്ഠ കേന്ദ്രം. അവിടെ സന്തോഷം വേണം, അവിടെ സമാധാനം വേണം. വീട്ടിലേക്ക് ഓടിയെടുക്കാൻ ആളുകൾ ഓടിയെടുക്കാൻ ആഗ്രഹിക്കണം. രാവിലെ ഇറങ്ങിപ്പോയപ്പോൾ തിരിച്ചു വരുന്നുണ്ടോ എന്ന് വഴിക്കണ്ണമായിട്ട് കാത്തിരിക്കണം. അല്ലെ, അങ്ങനെ ഒരു വീട് നിങ്ങൾ നോക്കും. അവിടെ ആളുണ്ട്, ഭക്ഷണമുണ്ട്, ടൂറുണ്ട്, വിനോദം, അവിടെയാണ്. അവിടെ നിന്ന് മാനസികമായ കരുത്ത് നമുക്ക് നേടണം. നമ്മുടെ കുട്ടികൾ അങ്ങനെയാണ്. അപൂർവം നമുക്ക് ഖേദകരമായ സംഗതി ഒറ്റ മിനിറ്റുണ്ടാവും. ഖേദകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ പല വീടുകളിലും അടിയും. നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ഒരുപാട് കുടുംബങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എത്ര കുടുംബങ്ങൾ എന്ന് പറയും. എന്താണ് അവിടെ സന്തോഷം? എന്തൊരു സന്തോഷമാണ് അവരുടെ ജീവിതം, പ്രിയപ്പെട്ടവരെ. എന്നേരം ഈ അടി നടക്കുന്ന കുടുംബങ്ങൾ രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി 12 വരെ അടിയാണ്. ഇതിനെ കുറിച്ച് ഒരു പഠനം ഈയിടെ വായിച്ചതേ. ഈ ഭർത്താവും ഭാര്യയും നിരന്തരം കലഹിച്ച് പരസ്പരം തല്ലുകൂടുന്ന വീട്ടിൽ അവിടെ വളരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാലേ യുദ്ധമുഖത്ത് നിന്ന് ബാക്കിയായി തിരിച്ചു വന്ന പട്ടാളക്കാരുടെ മാനസികാവസ്ഥയാണ് പഠനം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു. എന്താണെന്നറിയോ? സംഘർഷഭൂമിയിൽ നിൽക്കുക. ഇത് അടി, ഇപ്പോൾ കുറ്റവും പറച്ചില്ല, അങ്ങനെ അല്ലെ, ഇങ്ങനെ ആക്ഷേപിച്ചു കുറ്റപ്പെടുത്തി അല്ലേ. ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. മനുഷ്യരെ എന്താ പറയാ, ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിയിരിക്കും, കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ സൗന്ദര്യത്തിന് അപ്പുറം പോകാൻ പാടില്ല. ഇണങ്ങിയാലും മറക്കാൻ കഴിയാത്ത വാക്കുകൾ പിണങ്ങിയാ പറയരുത്. ഇവിടെ ഞാനൊരു പ്രശ്നത്തിൽ ഇടപെട്ട് എന്താ പ്രശ്നം എന്നറിയോ? എന്റെ വാപ്പാക്ക് വട്ടാന്ന് പറഞ്ഞു. എന്റെ വാപ്പാക്ക് വട്ടാന്നോ? എന്റെ ആങ്ങളെ കഞ്ചാവാണ്. എന്താ ഇല്ലേ? ആ ഒരു പ്രശ്നം ഉണ്ടായപ്പോ അങ്ങോട്ട് പറയാണ്. ഇങ്ങനെ അരുത് സഹോദരൻ, അരുത് സഹോദരി അല്ലേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒരു ക്ഷമയും സഹനവും കൺട്രോളും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടായാലേ കുടുംബ സ്വർഗമാവും, കുടുംബം താങ്ങാവും, കുടുംബം തണലാവും. അങ്ങനെയുള്ള ഒരു കുടുംബം, സന്തോഷമുള്ള ഒരു കുടുംബം, സമാധാനമുള്ള ഒരു കുടുംബം, സ്വസ്ഥമായ ഒരു കുടുംബം നമ്മുടെ ദമ്പതികൾക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സ്വാലിഹായ സന്താനങ്ങൾ നൽകി നമ്മുടെ ദമ്പതികൾ അനുഗ്രഹിക്കട്ടെ, നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ ഉണ്ട്. അവർക്ക് മാത്രമല്ല, നമുക്കൊക്കെ സമാധാനം നല്ല തന്നെയാണല്ലോ നമ്മുടെ കുടുംബത്തിലൊക്കെ. അപ്പൊ ഒരിത്തിരി വിട്ടുവീഴ്ച കാണിച്ച്, ഒരിത്തിരി ക്ഷമ കാണിച്ച്, ഒരിത്തിരി സഹനം കാണിച്ച്, അപ്പുറത്തുള്ള ആരെങ്കിലും ഒന്ന് പരിഗണിച്ച്, അയാൾക്ക് ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിത്വം ഉണ്ട്. അതും കൂടെ ഒന്ന് അംഗീകരിച്ച് പരസ്പരം ജീവിച്ചാൽ സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അങ്ങനെ നമുക്കൊക്കെയും സന്തോഷവും സമാധാനമുള്ള ജീവിതം റബ്ബ് പ്രദാനം ചെയ്യട്ടെ. ഈ ലോകത്ത് നമ്മൾ അനുഗ്രഹിക്കട്ടെ, ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. സൽക്കർമ്മങ്ങൾ ആ ആയുസ്സിലൊക്കെയും കൂടുതലായി ചെയ്യാൻ
റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാനാണ് വരാൻ പോകുന്നത്. അല്ലാഹു തആല ശഅബാനിൽ നമ്മൾ അനുഗ്രഹിക്കട്ടെ. റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തുണക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്ന പലരും ഉണ്ട്. ഒരുപക്ഷെ വരാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാവും. അല്ലാഹു തആല ശിഫ നൽകട്ടെ, ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, ഇവിടെ കൂടേണ്ടവരും അല്ലാത്തവരും നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും അജലെത്തി അവധിയെത്തി അള്ളാഹുലേക്ക് തിരിച്ചുപോയി. അള്ളാഹു തആല അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിലേക്ക് ഒരു കവാടം അവരുടെ ഖബറിലേക്ക് അള്ളാഹു തആല തുറന്നു കൊടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അത്യുന്നതമായ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെയൊക്കെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا ارحم الراحمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ സന്തോഷത്തോടെയും അതിലേറെ താല്പര്യത്തോടെയുമാണ്